നീണ്ട 17 വർഷങ്ങൾ, ഇനിയുമേറെക്കാലം കാത്തിരിക്കാൻ നമുക്കാകുമായിരുന്നില്ലല്ലോ. ഇതിനേക്കാൾ മനോഹരമായ വിശ്വകിരീടത്തിൽ മുത്തമിടുന്നത് എങ്ങനെയാണ്? അക്സർ പട്ടേലിൻ്റെ 15ാം ഓവറിൽ എല്ലാം തീർന്നെന്ന് കരുതിയതല്ലേ നമ്മൾ? സർവ്വസംഹാരിയായി ഹെൻറിച്ച് ക്ലാസൻ മൈതാനത്ത് നിറഞ്ഞാടുമ്പോൾ ഉള്ളു പതറിപ്പോയതല്ലേ? കെൻസിംഗ്ടൺ ഓവൽ ഗാലറിയിലേക്ക് തുടരെ സിക്സുകൾ പായുമ്പോൾ ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിൽ കോടിക്കണക്കിന് മനുഷ്യർ നിശബ്ദമായി ഇരുന്നിട്ടുണ്ടാകും. പക്ഷേ ആ കളിയെ ജസ്പ്രീത് ബുംറയും ഹർദിക് പാണ്ഡ്യയും ചേർന്ന് 141 കോടി മനുഷ്യർക്കായി, അവരുടെ സ്വപ്നങ്ങൾക്കായി തിരിച്ചുപിടിച്ചു. ഡേവിഡ് മില്ലർ, കേശവ് മഹാരാജ്, മാർക്കോ ജാൻസൺ, ക്ലാസൻ കൂടാരം കയറുമ്പോഴും ദക്ഷിണാഫ്രിക്കൻ ഡഗൌട്ടിന് പ്രതീക്ഷകൾ ഏറെയായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളിലേക്കാണ് ഭീതിയുടെ കടൽ പടർത്തി ബുംറയുടെ വേഗപ്പന്തുകൾ പാഞ്ഞത്. ഒടുവിൽ അവസാന ഓവറിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് സർവ്വം നഷ്ടമായി. ഡേവിഡ് മില്ലറെ പുറത്താക്കാൻ സൂര്യകുമാർ യാദവ് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയെടുത്ത ക്യാച്ചൊന്നു മതിയാകും രോഹിത്തിൻ്റെ കളിക്കൂട്ടം എത്രമേൽ ആ കിരീടം ആഗ്രഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ. കലാശപ്പോരിലെ ഏറ്റവും മനോഹര നിമിഷം, കൈവിട്ടു പോകുമായിരുന്ന ആ കളിയെ വിട്ടുകൊടുക്കാതെ അയാൾ തൻ്റെ കൈവെള്ളയിൽ ഒതുക്കി ഓടിയെത്തിയത് രോഹിത് ശർമ്മക്കരികിലേക്കാണ്. ഫീൽഡ് അമ്പയർമാർ അത് വിക്കറ്റാണെന്ന് ഉറപ്പിക്കും വരെ ആ വലിയ സ്ക്രീനിലേക്ക് കണ്ണു നട്ടിരുന്നു ഗാലറി. ഒരു വേള ആ പന്ത് ഗാലറിയിൽ തൊട്ടിരുന്നെങ്കിലോ? സമ്മർദ്ദത്തിൻ്റെ കൊടുമുടി കയറിയ ആരാധകർ ഒരു വിശ്വകിരീടത്തിൻ്റെ വില നൽകും ആ ക്യാച്ചിന്. അവസാന പന്തെറിഞ്ഞു തീർന്നതും ഹാർദിക് പാണ്ഡ്യ കൈകുത്തി നിലത്തിരുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വിരാട് കോഹ്ലിക്ക് നിയന്ത്രണം നഷ്ടമായതുപോലെ തോന്നി. രോഹിത് ശർമ്മ മുഖം പൊത്തി കരഞ്ഞു. ഒരൽപ്പം വൈകിയെങ്കിലും കാലം അയാൾക്കായി കാത്തുവച്ച നീതിയാണല്ലോ ഈ കിരീടം. ജസ്പ്രീത് ബുംറ, ആ മനുഷ്യന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ബാറ്റർമാരുടെ ശവപ്പറമ്പുകളായ അമേരിക്കൻ പിച്ചുകളിൽ അയാൾ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നേനെ നമുക്ക് ഈ സ്വപ്നങ്ങൾ. മാൻ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരം അയാൾക്കല്ലാതെ മറ്റാർക്ക് കൊടുത്താലും അത് നീതിയാവില്ലായിരുന്നു. സമീപകാല ചരിത്രത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ബോളർ ആരാണെന്ന ചോദ്യത്തിന് ഇപ്പോൾ നമുക്ക് ഉത്തരം ഒന്നേയുള്ളൂ: ജസ്ബീർ സിംഗ് ബുംറ, ദ റിയൽ ഗോട്ട്. വിരാട് കോഹ്ലി, കലാശപ്പോര് വരെ പരാജയപ്പെട്ടൊരു മനുഷ്യനെ വീണ്ടും വീണ്ടും ഓപ്പണിംഗിൽ പരീക്ഷിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചവരുണ്ടായിരുന്നില്ലേ ക്രിക്കറ്റ് ലോകത്ത്? 2 തവണ സംപൂജനായി മടങ്ങിയ ഒരാൾ. ഫൈനലിന് തൊട്ടു മുമ്പ് 2 തവണയാണ് അയാളുടെ ബാറ്റിൽ നിന്ന് 2 അക്കം പിറന്നത്. ഓപ്പണിംഗിൽ ഓപ്ഷനുകൾ പലതും അപ്പോഴും ബെഞ്ചിലിരിപ്പുണ്ടായിരുന്നു. പക്ഷേ കോഹ്ലിയെ പോലൊരു ബിഗ് ഗെയിം പ്ലെയറെ മാറ്റി പരീക്ഷിക്കാൻ ഇന്ത്യ ഒരുക്കമായിരുന്നില്ല. ഫൈനലിൽ അയാൾ നിങ്ങൾക്കായി ചിലത് കരുതി വച്ചിട്ടുണ്ട്. രോഹിത് ശർമ്മ മത്സരത്തിന് തൊട്ടു മുമ്പ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഒടുവിൽ രോഹിത്തിൻ്റെ വാക്കുകൾ അച്ചട്ടായി. നേരിട്ട ആദ്യ 2 പന്തുകളെ ബൗണ്ടറിയിലേക്ക് അയച്ചാണ് അയാൾ ഇക്കുറി നിലപാട് പ്രഖ്യാപിച്ചത്. കേശവ് മഹാരാജിൻ്റെ 2ാം ഓവറിൽ രോഹിത്തും പന്തും പുറത്താകുമ്പോൾ വലിയൊരു അപകട മുനമ്പിലായിരുന്നു ഇന്ത്യ. പക്ഷേ കോഹ്ലി വീഴാൻ ഒരുക്കമായിരുന്നില്ല. 5ാം ഓവറിൽ സൂര്യൻ മടങ്ങിയതോടെ കലാശപ്പോരിൽ ഒരിക്കൽ കൂടി നമ്മൾ കല മുടക്കുകയാണോ എന്ന് ആരാധകരുടെ മനസ്സ് ചോദിച്ചിട്ടുണ്ടാകും. ആ സന്ദർഭത്തിൽ അക്സർ പട്ടേൽ 5ാമനായി അവതരിക്കുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടാകുമോ? പിന്നെ കെൻസിംഗ്ടൺ ഓവൽ കണ്ടത് അയാൾ കോഹ്ലിക്കൊപ്പം രക്ഷകവേഷം കെട്ടിയാടുന്നതാണ്. കോഹ്ലിയും അക്സറും ചേർന്ന് 4ാം വിക്കറ്റിൽ ചേർത്ത 75 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഈ കളിയിൽ ഏറ്റവും നിർണായകമായത്. കോഹ്ലി ഒരൽപ്പം സൂക്ഷ്മതയോടെയാണ് കളിച്ചതെങ്കിൽ അക്സർ ഇടയ്ക്കിടെ കൂറ്റനടികളുമായി കളം നിറഞ്ഞു. നിർണായകമായ 47 റൺസ് സ്കോർ ബോർഡിൽ ചേർത്ത ശേഷമാണ് അക്സർ മടങ്ങിയത്. പിന്നെ ശിവൻ ദൂബെയുടെ ഊഴമായിരുന്നു. അതുവരെ കേൾപ്പിച്ച പടികളൊക്കെ അയാൾ കലാശപ്പോരുന്നുകൊണ്ട് കഴുകിക്കളഞ്ഞു. 16 പന്തിൽ 27. ആ ഘട്ടത്തിൽ അതൊരു ക്രൂഷ്യൽ ഇന്നിംഗ്സ് തന്നെയായിരുന്നു. 5ാം വിക്കറ്റിൽ അയാൾ കോഹ്ലിക്കൊപ്പം ചേർത്തത് 57 റൺസാണ്. ഒടുവിൽ 19ാം ഓവറിൽ ഇന്ത്യയെ സുരക്ഷിത തീരമണച്ച ശേഷം കോഹ്ലിയും വീണു. 59 പന്തിൽ 76, 2 പടുകൂട്ടൻ സിക്സറുകൾ, 6 ബൗണ്ടറികൾ. കഗീസോ റബാഡയടക്കം ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വേഗപ്പന്തുകാരെയൊക്കെ കണക്കിന് പ്രഹരിച്ചാണ് അയാൾ ഡഗൌട്ടിലേക്ക് മടങ്ങിയത്. ഒടുവിൽ തന്നെ എഴുതിത്തള്ളിയവർക്ക് മുന്നിൽ അയാൾ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും കയ്യിൽ പിടിച്ച് എഴുന്നേറ്റ് നിന്നു. ഉടൻ T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനവും. പടിയിറങ്ങാൻ ഇതിനേക്കാൾ മനോഹരമായൊരു നിമിഷം വേറെ ഉണ്ടാകുമോ? എത്ര കടങ്ങൾ തീർത്താണ് നമ്മൾ കലാശപ്പോരിലേക്ക് മാർച്ച് ചെയ്തത്? ഇത്രയും ആവേശകരമായൊരു ലോകകപ്പ് ക്യാമ്പയിൻ മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇന്ത്യയെ തകർക്കാൻ ഞങ്ങളെക്കാൾ മികച്ചൊരു ടീമില്ല. അഫ്ഗാനോട് തോറ്റു നിൽക്കുമ്പോഴും ഏകദിന ലോകകപ്പ് കലാശപ്പോരിന്റെ ഓർമ്മകളിലായിരുന്നു മിച്ചൽ മാർഷ്. ഓവർ കോൺഫിഡൻസിന്റെ അറ്റത്ത് നിന്നാണ് അയാളത് പറഞ്ഞത്. രോഹിത് ശർമ്മ ആദ്യം ഒടിച്ച് കയ്യിൽ കൊടുത്തത് കങ്കാരുക്കളുടെ അഹങ്കാരത്തിന്റെ ആ കൊമ്പാണ്. കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ ഏറ്റുമുട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഓർമ്മയുണ്ടോ? ഇക്കുറി ഭൂതകാലം ഓർമ്മിപ്പിച്ചെത്തിയത് ഇംഗ്ലണ്ടാണ്. ജോസ് ബട്ട്ലറുടെ കടം മുതലും പലിശയുമടക്കം തിരിച്ചു കൊടുത്തു രോഹിത്. ഒടുവിൽ ഒറ്റക്കളി പോലും തോൽക്കാതെയെത്തിയ ആ പടയോട്ടത്തിന് മനോഹരമായ അന്ത്യം. അതെ,
രോഹിത്തിനേക്കാൾ ആ കിരീടം അർഹിച്ച മറ്റാരും ഉണ്ടായിരുന്നില്ലല്ലോ.